മൂവാറ്റുപുഴയിൽ കിടപ്പ് രോഗിയായ വയോധികയെ ഭർത്താവ് കഴുത്തറുത്തു കൊന്നു. മൂവാറ്റുപുഴ നിരപ്പ് സ്വദേശി കത്രിക്കുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് ജോസഫിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആദിത്യൻ ഓമനക്കുട്ടനാണ് വിവരങ്ങളുമായുള്ളത്. ആദിത്യൻ, 85 വയസ്സുള്ള കത്രിക്കുട്ടിയെ കൊന്നത് 86 വയസ്സുള്ള ഭർത്താവ് ജോസഫാണ്. കിടപ്പ് രോഗിയാണ് ഈ കൊല്ലപ്പെട്ട ആളെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ഈ പ്രായാധിക്യമുള്ള സമയത്ത് ഭാര്യയെ നോക്കാൻ കഴിയില്ല എന്ന ഒരു സിറ്റുവേഷനിലാണോ ഇങ്ങനെ ഒരു ക്രൂരകൃത്യം? അഭിലാഷ്, പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രാഥമിക നിഗമനവും അതുതന്നെയാണ്. ഈ 6 മാസത്തോളമായി വലിയ പ്രതിസന്ധിയിലായിരുന്നു ഈ ജോസഫ് ഭാര്യ കത്രിക്കുട്ടിയെ നോക്കിയിരുന്നത്. അതായത് 6 മാസം മുൻപ് ഒന്ന് വീഴുകയും അതേ തുടർന്ന് കിടപ്പിലാവുകയുമായിരുന്നു. നടുവിന് പരിക്കേറ്റ കത്രിക്കുട്ടിക്ക് തൻ്റെ കാര്യങ്ങൾ ചെയ്യാനൊന്നും യാതൊരു സ്വാധീനവുമില്ലാതെ ഭർത്താവായിരുന്നു നോക്കിയിരുന്നത്. കത്രിക്കുട്ടിക്ക് 5 മക്കളുണ്ടെങ്കിലും ഈ മക്കൾ വിവാഹത്തിന് ശേഷം കുടുംബത്തോടൊപ്പം മറ്റു വീടുകളിൽ കഴിയുന്നത് കൊണ്ട് മാസങ്ങളായി കത്രിക്കുട്ടിയെ 85 വയസ്സുള്ള കത്രിക്കുട്ടിയെ 86 വയസ്സുള്ള ഭർത്താവ് ജോസഫ് തന്നെയായിരുന്നു പരിചരിച്ചു പോരുന്നിരുന്നത്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്, ഇതിൻ്റെ മാനസിക സംഘർഷങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രി 11:30-ഓടെയാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത്. കിടപ്പിൽ ആയിരുന്ന കത്രിക്കുട്ടിയെ കഴുത്തറുത്താണ് ഭർത്താവ് ജോസഫ് കൊലപ്പെടുത്തിയത്. ഇന്ന് രാവിലെ വീട് വൃത്തിയാക്കാനും അവിടെ പെയിൻ്റ് അടിക്കാനും, അതായത് കൊച്ചുമക്കളിൽ ഒരാളുടെ എന്തോ ഒരു ചടങ്ങ് അവിടെ വെച്ച് നടത്താനായിട്ട് തീരുമാനിക്കുകയും അതിന് വൃത്തിയാക്കാൻ വന്ന ആളുകളാണ് ഈ മൃതദേഹം കാണുന്നത്. അങ്ങനെയാണ് വിവരം പുറംലോകം അറിയുന്നത്. എന്തായാലും അപ്പോൾ തന്നെ പോലീസ് എത്തി ജോസഫിനെ കസ്റ്റഡിയിലെടുത്തു. ജോസഫിനെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും ഈ പ്രായാധിക്യം മൂലം കിടപ്പിലാവുന്നു. അതേ തുടർന്ന് പരിചരിക്കാൻ ഒറ്റപ്പെട്ട ഈ അവസ്ഥയിൽ അദ്ദേഹത്തിനും വലിയ പ്രായമുണ്ട്. അതിൻ്റെ ആ ഒരു മാനസിക ദുഃഖത്തിലാണ് ഇത്തരത്തിലൊരു കുറ്റകൃത്യത്തിലേക്ക് പോയതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഈ മക്കളെ ഉൾപ്പെടെ ഇപ്പോൾ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. 5 മക്കളെയും സ്റ്റേഷനിലേക്ക് മൂവാറ്റുപുഴ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വരികയാണ്. എന്തായാലും